വന്നിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് വേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ 66 പുസ്തകത്തിനകത്തും നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 91 സങ്കീർത്തനം എഴുതി നിർത്തുമ്പോൾ എഴുതുന്ന തന്റെ ഭക്തൻ എഴുതി നിർത്തുന്ന ഇതാണ്: ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ഈ വാക്കു പറഞ്ഞ് പുസ്തോപ്പിട്ട് നിർത്തുമ്പോൾ അവിടെ ഒരു കാര്യം ഉറപ്പാണ്: ദീർഘായുസിന്റെ ഉടമസ്ഥൻ ഈ ഭൂമിയിൽ ഭരിക്കുന്ന ശത്രുവല്ല, അതിന്റെ ഉടമസ്ഥൻ. പ്രസ്തുത ആയുസ്സിനെ ദീർഘിപ്പിക്കുന്ന സ്തോത്രം മണ്ണിന്റെ പുറത്ത് ആത്മാവിലെ മൂക്കിൽ കൂടെ ഊതിക്കയറ്റി മനുഷ്യന്റെ ജീവിതത്തെ, മനുഷ്യന്റെ ശരീരം ആക്കി തീർക്കത്തക്ക തലത്തിൽ ദൈവത്തിന്റെ ശക്തി മണ്ണിൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ പ്രവൃത്തി അതിശക്തമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ആരാധിക്കുമ്പോഴും വെളിപ്പെടുന്ന കാര്യം ഇതാണ്: ഇത് മറ്റാരുടെയും ജീവനല്ല, എനിക്കും നിനക്കും മറുവിലയായി കൊടുത്ത ഒരു മനുഷ്യനുണ്ട്, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇന്ന് രാത്രി ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്: സ്തോത്രം, ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. പ്രൈസ് ദി ലോർഡ്. എത്ര പ്രാവശ്യം മരിക്കാൻ ആഗ്രഹിച്ചവർ അറിയാമോ? എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കാണാൻ ആഗ്രഹിച്ചവർ. ഹല്ലേലൂയ. ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചവർ. സ്തോത്രം. പ്രഭാതത്തെ പകലിനെ ഒന്ന് ഇരുട്ടാക്കി കാണാൻ ആഗ്രഹിച്ചവർ. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം ഇതാണ്: ഞാൻ നിന്റെ ആയുസ്സിനെ ദീർഘമാക്കാൻ പോകുകയാ. ഹല്ലേലൂയ. എങ്ങനെ? ദൈവം നമ്മുടെ മേൽ നിക്ഷിപ്തമാക്കിയ സമയം വരെ ഈ ഭൂപരപ്പിൽ ദൈവം നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് ഒരുക്കി വച്ചിരിക്കുന്നത് അത് നാം പ്രാപിച്ചെടുക്കുമെന്ന് ഇന്ന് രാത്രി ഹൃദയത്തിൽ നല്ല മനസ്സോടെ ഈ രാത്രി ഏറ്റെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ലേഖനകർത്താവായിരിക്കുന്ന ഫിലിപ്പിയർ 2-ാമത്തെ അധ്യായത്തിന്റെ 16-ഉം 17-ഉം 18-ഉം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ തന്റെ പൗലോസ് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു പദം ഇതാണ്. വായിക്കാമോ? ഫിലിപ്പിയർക്ക് ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി വായിക്കുന്ന ഒരു വാക്കിതാണ്: അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എങ്ങനെ? ദൈവത്തിന് വേണ്ടി ഓടിയത്. ആരാ ഓടിയത്? പൗലോസ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണ്ടി ഓടി. അവൻ ഓടിയതും ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി അധ്വാനിച്ചതും. ദൈവവൈദ്യനെ ഇന്ന് രാത്രിയിൽ ആ വാക്യം 16, 17, 18 വാക്യം ഒന്ന് വായിച്ചാട്ടെ. പെട്ടെന്ന് വായിച്ചേ. സ്തോത്രം. ഒന്നും കൂടി പറഞ്ഞ അധ്യായം. ഫിലിപ്പിയർ 2-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായത്തിന്റെ 16, 17 വാക്യം. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴുക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ഓട്ടത്തിനിടയിൽ എന്റെ രക്തം ചിന്തപ്പെട്ടാലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ ഓടുന്നതും എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴുക്കപ്പെട്ടാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോ എല്ലാവരോടും കൂടെ എന്ത് ചെയ്യും? സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ, എന്നോട് കൂടെ സന്തോഷിപ്പീൻ. ഹല്ലേലൂയ. എങ്ങനെ സന്തോഷിക്കണം? പതിനെട്ടാം വാക്യം. അങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിപ്പീൻ, എന്നോട് കൂടെ സന്തോഷിപ്പീൻ. ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ സന്തോഷിപ്പാൻ. പൗലോസ് പറയുന്നത് എന്നോട് ഇങ്ങനെ സന്തോഷിക്കണം. ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുക. ഞാൻ എന്റെ ശരീരത്തിൽ രക്തം ചിന്തേണ്ടി വന്നാലും എനിക്കത് വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ഇതിനകത്ത് ദൈവരാജ്യത്തിന് വേണ്ടി വില കൊടുക്കുന്നവരുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി വില കൊടുക്കുന്നവരുണ്ട്. രാവും പകലും മുഴങ്കാൽ ഇരിക്കുന്നവരുണ്ട്.
ആമേൻ. ദൈവകുഞ്ഞെ, രാവും പകലും നീ മുഴങ്കാൽ ഇരിക്കുന്നതിന്റെ പ്രതിഫലം ഒന്നുപോലും കുറയാതെ അളന്ന് തിട്ടപ്പെടുത്തി അവന്റെ ഭണ്ഡാരത്തിൽ വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ. പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഒന്നും കാണാൻ കഴിയുന്നില്ലെങ്കിലും എല്ലാം ബ്ലാങ്കാണ്, ഒന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷെ ദൈവത്തിന് നിനക്ക് തരേണ്ടതെല്ലാം ദൈവിക ഭണ്ഡാരത്തിൽ അതിൻ്റെതായ സമയത്ത് നീ ഒരു പക്വതയിലേക്ക് എത്തുമ്പോൾ നിന്റെ കരത്തിൽ അത് ഒന്നുപോലെ കുറയാതെ തരുമെന്ന് പൗലോസ് ഉറപ്പിച്ചു പറയുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതെന്താ പാസ്റ്റേ പക്വതയിലെത്തുമ്പോ എന്ന് പറയുന്നത്? ശരിയാ, നമ്മുടെ പിള്ളേർക്ക് വേണ്ടി നമ്മൾ കരുതി വയ്ക്കുന്നത് ഇപ്പോഴൊന്നും അവരുടെ പേരിലൊന്നും കൊടുക്കത്തില്ല. അവര് കുടുംബജീവിതമൊക്കെ ആയി, അവർ കുഞ്ഞുങ്ങളൊക്കെ ആയി, ആ കുഞ്ഞുങ്ങളുടെ കെട്ടുപ്രായമൊക്കെ ആയി വരുമ്പോ ആമേൻ അപ്പന് കൊടുക്കേണ്ട ഓഹരി, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ അപ്പൻ കൊടുക്കേണ്ട ഓഹരി ആ സമയത്ത് ആമേൻ തന്റെ മക്കൾക്ക് വേണ്ടി വേർതിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ അത് അവന്റെ തലമുറയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ അപ്പോഴൊരു പക്വതയിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതാണ് പൗലോസ് പറയുന്നത്. അങ്ങനെ സ്തോത്രം, അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പി. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ആമേൻ. എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി തന്റെ ശുശ്രൂഷയിൽ താൻ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യന്റെ ആയുസ്, സങ്കീർത്തനം 90-ാമത് സങ്കീർത്തനം അതിന്റെ 5ഉം 6ഉം വായിക്കുന്ന പറയുന്നു, വാടിപ്പോകുന്ന പുല്ല്. ആമേൻ. സ്തോത്രം. ഒരു മനുഷ്യന്റെ ആയുസ്, പക്ഷെ ആ ആയുസിനെ ദീർഘമാക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് അവൻ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഓരോന്നും ചെയ്യുമ്പോൾ ചിന്തിക്കണം, നമ്മുടെ പിന്നിൽ വച്ചിരിക്കുന്ന സമയം അതിക്രമിച്ചു പോയിരിക്കുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു പോയിരിക്കുന്നു. അതതിന്റെ സമയത്തെ അതിക്രമിച്ചിരിക്കുന്നു. എന്നെ ഏൽപ്പിച്ചത് എനിക്ക് ചെയ്യുവാനുള്ള സമയം അടുത്തു വന്നിരിക്കുന്നു, അത് സമീപത്തേക്ക് വന്നിരിക്കുന്നു എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഈ നാളുകളിൽ വരണമെന്ന് അത് ദൈവവചനം നമ്മെ ഒന്നുകൂടെ ഓർപ്പിക്കുക. അതാ പറഞ്ഞത്, ഞാൻ എന്ത് ചെയ്യും? നിനക്ക് ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പണ്ടൊക്കെ ആൾക്കാർ പറയാറുണ്ട്, ആമേൻ, ഇപ്പോഴും പറയാറുണ്ട്, ആമേൻ, ഇപ്പോ പ്രൈസ് ദി ലോർഡ്, ഒരാളിനെ വിളിക്കണം എന്ന് വെച്ചോളൂ, വിളിക്കുമ്പോൾ പറയാണ്, അയ്യോ നീ ഇപ്പൊ ചിന്തിച്ചതേ ഉള്ളൂ, നിങ്ങൾക്ക് 100 ആയുസ. സ്തോത്രം അല്ലേ? ഇപ്പൊ ചിന്തിച്ചതേ ഉള്ളൂ, ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ വിളിച്ചു, അപ്പൊ നിങ്ങൾക്ക് എത്ര ആയുസ്? 100 ആയുസ. അപ്പോഴാ വ്യക്തി പറയും, 100 വയസ്സ് വരെ ജീവിച്ചിരിക്കോ? ആമേൻ. 100 വയസ്സ് വരെ നിങ്ങൾ ജീവിച്ചിരിക്കും. അപ്പോ ആ മനുഷ്യന് സന്തോഷം നോക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യന് മരിക്കാൻ ആമേൻ താല്പര്യമില്ല, അവർക്ക് ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യനും മരിക്കണമെന്ന് താല്പര്യമില്ല, പക്ഷെ സാഹചര്യങ്ങൾ അവനെ ആമേൻ മരണത്തിലേക്ക് നയിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. സാഹചര്യങ്ങൾ അവനെ മരണത്തിലേക്ക് നയിക്കുന്നു. അവൻ മരിക്കണമെന്ന് അവന്റെ മനസ്സിനകത്ത്, അവന്റെ ഹൃദയത്തിനകത്ത് പറയുക, നീ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? നിനക്കൊന്ന് മരിച്ചുകൂടെ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ഇവിടെ പൗലോസ് ഫിലിപ്പിയർ 2-ാമത്തെ അധ്യായത്തിന്റെ 16, 17, 18 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പറയുന്ന ഇങ്ങനെയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം. അപ്പോ ഒരു ദൈവത്തിന്റെ വിശ്വാസം എന്താണെന്ന് അറിയാമോ? എന്താ വിശ്വാസം? യാഗമായിരിക്കണം. യാഗമാണ് വിശ്വാസം. വെറുതെ ഉള്ള ഒരു വിശ്വാസമല്ല കേട്ടോ. യാഗം. അതൊരു യാഗം. ഒരു മൃഗത്തെ യാഗം കഴിക്കുന്നത് പോലെ. ആമേൻ. സമാഗമന കൂടാരൊക്കെ പഠിക്കും നമുക്ക് കാണാൻ കഴിയുന്നു. യാഗം അർപ്പിക്കും. എവിടെ? ആമേൻ. പ്രാകാരത്തിൽ ഒരു യാഗപീഠമുണ്ട്, അവിടെ താമ്രത്തൊട്ടിയുണ്ട്, അവിടെ യാഗം അർപ്പിക്കും, യാഗങ്ങൾ നടക്കും. ആമേൻ. ഹല്ലേലൂയ. പുരോഹിതന്
ഒരു മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിന് അവന് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ അവൻ ആടിനെ കൊണ്ടുവരണം. ആടിനെ കൊണ്ടുവന്ന് പാപപരിഹാര യാഗം അർപ്പിക്കും. അവിടെ ഒരാട് പോരാ. പാപം ചെയ്യുന്ന മനുഷ്യൻ 2 ആട് കൊണ്ടുവരണം. ആ 2 ആടും ഈ പ്രാകാരത്തിൽ കൊണ്ടുവരണം. പ്രാകാരത്തിൽ കൊണ്ടുവന്ന ശേഷം പാപം ചെയ്ത് കൊണ്ടുവരുന്നവന്റെ പേരിൽ അവനെ എന്ത് ചെയ്യും? അവൻ ആ ആടിന്റെ കഴുത്തിനെ അറുത്ത് രക്തം ചിന്തും. 2, അവന്റെ പാപമെല്ലാം ചുമത്തി, പുരോഹിതന്റെ പാപമെല്ലാം ചുമത്തി ഒരാടിന്റെ മേൽ ചുമത്തിയിട്ട് അതിനെ അസസ്സേൽ എന്ന് പേരിട്ട് മരുഭൂമിയിലേക്ക് അയക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വാസം വെറുതെ ഉള്ളതല്ല, അതൊരു യാഗമായിരിക്കണം. എങ്ങനെ വിശ്വാസമായിരിക്കണം? മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം. സ്നാനപ്പെട്ടവരുടെ ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും സ്നാനപ്പെട്ടിട്ടുണ്ടോ? സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങി നിങ്ങളെ അഭിഷക്തൻ വെള്ളത്തിൽ നിന്ന് നിർത്തി പ്രാർത്ഥിക്കുമ്പോൾ അഭിഷക്തൻ നിങ്ങളുടെ മേൽ തലയിൽ കൈവച്ചിട്ട് വെള്ളത്തിനകത്തു നിന്നൊരു പ്രാർത്ഥനയുണ്ട്. എന്താ പ്രാർത്ഥന? മരണപര്യന്തം വിശ്വസ്തയായിരുന്നാൽ എന്ത് ചെയ്യും? നീ ജീവകിരീടം പ്രാപിക്കും. അടുത്ത്, മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. ഇതാണ് വിശ്വാസയാഗം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അങ്ങനെയെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതൊരു യാഗമായിരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിശ്വാസം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ഒരു സ്നാനം, കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ഒരു അഭിഷേകം, കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ആമേൻ ഒരു രക്ഷ, കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ഒരു വിശ്വാസം. അവര് നാളെ പ്രൈസ് ദി ലോർഡ്, ഇത് കല്യാണമെല്ലാം കഴിഞ്ഞ ശേഷം പ്രൈസ് ദി ലോർഡ് 5 പേര് കൂടെ ഇരുന്ന് പൊട്ടയടിക്കുമ്പോൾ അതിന്റെ ഇടയിൽ അവനും കാണും. അതിന്റെ കാര്യം ഇവൻ ചത്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ അടക്കോഴിയെ എടുത്ത് വെള്ളത്തിൽ മുക്കി അട തെളിക്കുന്നത് പോലെയാണ് ഇന്നത്തെ പല വിശ്വാസങ്ങളും. ആമേ, സ്തോത്രം. മദ്യം കാണുമ്പോൾ അതിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന വിശ്വാസം. ഹല്ലേലൂയ. ആമേ. ഇന്നത്തെ വിശ്വാസം യാഗമായി പൗലോസ് പറയുന്നത് പോലെ രക്തമൊഴിക്കേണ്ടി വന്നാലും എനിക്ക് ആ വിശ്വാസത്തിൽ നിന്ന് വിഘടിച്ചു പോകാൻ കഴിയത്തില്ല. എന്റെ തമ്പുരാൻ എന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശിക്കാൻ വകയുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഷാജിപ്പാസ്റ്റർക്ക് ഒരു ഊണ് വാച്ച് തരാൻ ഇന്ന് ആൾക്കാർ കുറവാ. എങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ആൾക്കാരെന്ന് ഉദ്ദേശിച്ചത് നിങ്ങളെ ആരെയല്ല, കൂട്ടുകാരെ ഉദ്ദേശിച്ചത്. എന്റെ ഫ്രണ്ട്സിനോട് ഊണ് വാങ്ങി തരാൻ പറഞ്ഞാൽ അവരൊക്കെ ഒന്ന് അറയ്ക്കും. പക്ഷെ 2 കുപ്പി എടുത്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ആമേ, സ്തോത്രം, ഒരു മടിയും കൂടാതെ 2-ന് പകരം ഒരു കേസ് കൊണ്ട് ഫ്രണ്ടി വെക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹം നിനക്ക് ചുറ്റുമുണ്ട്. തീത്തോസേ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആമേൻ, പ്രൈസ് ദി ലോർഡ്, പൗലോസ് തുടങ്ങുകയാണ്. എവിടെ? ഗലാത്യലേഖനം 2-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോ, ഗലാത്യലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 2 മുതൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോ തീത്തോസിന് വേണ്ടി താൻ ലേഖനം എഴുതി തുടങ്ങുമ്പോൾ പറയുക, തീത്തോസേ, നിന്നെ തെറ്റിക്കാനായി ഒരു ഗ്രൂപ്പ് അണിനിരക്കുന്നുണ്ട്. പക്ഷെ നീ എന്തായിരിക്കണം? നീ നല്ല വിശ്വാസത്തിൽ ഉറപ്പുള്ളവനായിരിക്കണം. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അല്പനിമിഷത്തേക്ക് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വിശ്വാസമില്ല. ഹല്ലേലൂയ. ദൈവവൈതലേ, കർത്താവ് വിടുവിക്കുമെന്ന് പറ. ഉറപ്പായിട്ടും ദൈവം വിടുവിക്കും. ദൈവം വിടുവിക്കാതെ ഇന്ന് ഇതിനകത്ത് ആരുമില്ല. ഒരാൾ പോലും ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടില്ല. എന്റെ ജീവിതത്തിൽ ദൈവം ഒന്നും ചെയ്യാത്ത ഒരാൾ പോലും ഇതിനകത്ത് ഇന്ന് രാത്രി ഇല്ലെന്ന് പറയാൻ ഇന്ന് രാത്രി എനിക്ക് പ്രാണപ്പെട്ടു പറയാൻ കഴിയും. ഇതിനകത്തിരിക്കുന്നവരെ ദൈവം ഒന്നും ചെയ്യാത്തവരല്ല. ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നവനാ. ഹല്ലേലൂയ. ദൈവത്തിന് ഇന്ന് രാത്രി ഇടം കൊടുക്ക്. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുമെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതല്ല ഇവിടെ നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താ വായിച്ചത്? ഹല്ലേലൂയ. അടുത്ത് വായിക്കുന്നത് എന്താണെന്നറിയാമോ? അങ്ങനെ
തന്നെ നിങ്ങൾ സന്തോഷിപ്പീൻ, എന്നോട് കൂടെ സന്തോഷിപ്പീൻ. ആമേൻ. അങ്ങനെ തന്നെ എന്നോട് കൂടെ നിങ്ങളും സന്തോഷിച്ച് മുൻപിലോട്ട് പോയി കഴിഞ്ഞാൽ 21-ാമത്തെ സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് എന്താ പറയുന്നറിയാമോ? അവൻ സങ്കീർത്തനം 21-ന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ പറയുകയാണ്, ആമേൻ സ്തോത്രം, അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു. ആമേൻ. എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ തന്നെ. ഒരു ആമേൻ പറയാമോ? കരങ്ങളെ ഉയർത്തി ഒരു ആമേൻ പറയാമോ? എന്ന് രാത്രി എന്തിനാ കരത്തിൽ കമ്പിടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞ്, വാക്യകത്ത് കമ്പിടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അറിയണമോ? ആമേൻ സ്തോത്രം. ഇന്ന് ഞാൻ ഒരു 2 മണിക്ക് കേട്ട ഒരു സന്ദേശം ഇതാണ്. ആമേ കായംകുളത്തിനടുത്ത് വെച്ചൊരു വണ്ടി ആക്സിഡന്റിൽ ആമേ വണ്ടി ഓട്ടിച്ചു കൊണ്ടുപോയ ആമേ സ്തോത്രം വ്യക്തിയുടെ ആമേ സ്തോത്രം തലയുടെ ആമേ ഭാഗത്തുകൂടെ വണ്ടി കയറി ഇറങ്ങി. പക്ഷേ ഹെൽമെറ്റ് എത്ര ക്വാളിറ്റി ഉള്ളതായതുകൊണ്ട് തനിക്കൊരു കേട് സംഭവിച്ചില്ല. പക്ഷെ ആമേ ഈ കവിൾ അലവ് പൊട്ടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. പല്ലുകളെല്ലാം ആമേ നിലത്ത് വീണു. പ്രൈസ് ദി ലോർഡ്. എത്രയോ കമ്പി എന്ന് പറയുന്നത് കേട്ടു. എനിക്കത് കേട്ടപ്പോ തന്നെ ആമേ സ്വോത്രം പറഞ്ഞ് ഞാൻ അങ്ങ് താഴ്ത്തി വെച്ച് പോണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മെ വിടുവിക്കുന്ന ദൈവം പറയുന്നു, ഞാൻ നിനക്ക് ദീർഘായുസ് തന്ന് നിന്നെ ഞാൻ പൂർണ്ണമായി ഒരു പൂർണ്ണനായി ഞാൻ നിന്നെ സൂക്ഷിക്കുന്ന ദൈവമാ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. മധുസാറിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി അതേ ദൂത് വിളിച്ചു പറയുന്നു, ഉടവൽക്കമനപരകതുനി ഒരു ദീർഘായുസിന് വേണ്ടി ഈ കഴിഞ്ഞ നാളുകളിൽ ആരൊക്കെയോ മുട്ടുമടക്കി. ആമേൻ. എന്നാൽ ഒരു ഗ്രൂപ്പ് മരണം കണ്ട് കൊതിച്ചു നിന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിനകത്ത് നിന്ന് തമ്പുരാൻ പുറത്തെടുത്ത കാര്യം കൊണ്ട് ഞാൻ ദീർഘായുസ് തരുവാൻ. എങ്ങനെ? എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇപ്പോൾ പ്രശ്നമൊന്നും കണക്കിടണ്ട കേട്ടോ. ശമലപരകതുനി വൈകിടകരാജകൽഖനാദി. ഇതാ ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന നാഴിക വിദൂരമല്ല. 2025 കഴിയുന്നതിന് മുൻപ് നഷ്ടപ്പെട്ടത് ഇരട്ടിയായി തിരിച്ചു തരുവാൻ. നഷ്ടപ്പെട്ടു പോയി, കാഴ്ചകളിലെ മണ്ണം ഒലിച്ചുപോയി എന്ന് നിലവിളി സ്വർഗം കേട്ടെന്ന് പറഞ്ഞാൽ അവൻ എന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു. എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ തന്നെ. അഭിഷത്തനെ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ശബ്ദം കേൾക്കുന്നെങ്കിൽ രണ്ട് കൈ ഉയർത്തി വാവൊന്ന് തുറന്ന് ഒരു ആമേൻ പറ. സ്വർഗം കേൾക്കട്ടെ. ശമനപരകതുനി വൈടകരാജകൽഖനാദി. ആത്മാവ് അങ്ങനെ തന്നെ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു കേട്ടോ. നഷ്ടപ്പെട്ടു പോയത് ഇന്നേക്കൊരു 10 വർഷം മുൻപ് വരെ ആമേ സ്വത്രം നഷ്ടപ്പെട്ടു പോയതിന്റെ കണക്ക് ബോധിപ്പിച്ചിരിക്കുകയാണോ ഇന്ന്? പക്ഷെ ദൈവാത്മ പറയുന്നു അതിന്റെ കണക്ക് ഒന്നൊന്നായി തന്റെ പുസ്തകത്തിൽ താൻ എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒന്നുപോലും ആമേ കുറയാതെ ഈ തലമുറയിൽ ഈ ആയുസ്സിൽ അതിനെ ഇരട്ടിയായി തരാൻ എന്റെ ദൈവം ശക്തൻ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ആമേ കുടുംബത്തിൽ വിശ്വസിക്കാൻ കഴിയുമോ? എങ്കിൽ ഇന്ന് രാത്രി വിടുതല കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആത്മാവിൽ വെളിപ്പാട് കാണുന്നു. ഒരു ദീർഘായുസ്സിനെ തരുന്ന ഒരു ദൈവമുണ്ട് ഇതിനകത്ത്. ആമേ സ്തോത്രം. ഒന്ന് മാറി മരണം ഭാഷകൾ ചുറ്റി പാതാള വേദനകളുടെ പിന്തുടർന്നു എന്ന് ദാവീദ് വിളിച്ചു പറയുന്നത് പോലെ മരണത്തിന്റെ കോട്ട ഇന്ന് രാത്രി പൊളിയുകയാ. ദൈവദാസിയെ, മരണത്തിന്റെ കോട്ടയെ തമ്പുരാൻ പൊളിക്കുകയാ. വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് ആമേൻ പറഞ്ഞു. എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നില്ല, പക്ഷെ ദൈവാത്മ പറയുന്നു അതിനകത്ത് വ്യാപരിക്കുന്ന ആ ദേശത്ത് വ്യാപരിച്ചു നിൽക്കുന്ന പൈശാചിക കോട്ടകൾ, മരണഭീതിയുടെ ആമേ മുഴക്കങ്ങൾ, ആമേ സ്തോത്രം ഇന്ന് രാത്രി അതിനെ തകർത്തുടയ്ക്കുന്ന ഒരു ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് നടന്നു കയറുന്നു.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ ഏതൊക്കെയോ കുടുംബത്തിനകത്ത് മരണങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാ. ദൈവാത്മ പറയുന്നു ഏതൊക്കെയോ ചില ആക്സിഡന്റുകൾ മാറിക്കൊണ്ടിരിക്കുകയാ. ഏതൊക്കെയോ ചില പ്രൈസ് ദി ലോർഡ് മൈഗ്രെയിൻ, തലവേദന പോലെയുള്ള ചില അവസ്ഥകൾ ഇന്ന് രാത്രി ദൈവാത്മാവ് പൊളിച്ചു മാറ്റുകയാ. ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് എത്ര പേർക്ക് പറയാൻ കഴിയും ഇന്ന് രാത്രി എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, ഇതിനകത്ത് എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. മധുസാറേ, ദൈവാത്മാവിനെ പറയുന്നു ചിലരും നിങ്ങളുടെ മുൻപിൽ വന്ന് നിങ്ങളുടെ കൈയിൽ പിടിച്ചിട്ട് പറയുക, അയ്യോ സാറേ എന്നോട് ക്ഷമിക്കണം, ഹല്ലേലൂയ, ഞാൻ അറിവില്ലാതെ എന്തൊക്കെയോ പുലമ്പിപ്പോയി, അതെന്റെ അറിവില്ലായ്മയെന്ന് പുറത്ത് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ ഏതൊക്കെയോ വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ കരം പിടിച്ച് ആമേൻ ഇന്ന് രാത്രിയിൽ ക്ഷമ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഈ രാത്രി ആ ദൂതനെ ഇന്ന് രാത്രി വിളിച്ചു പറയുകയാണ്. ആമേൻ, 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 ആമേൻ. കാലങ്ങൾ ദീർഘമല്ല, ദിവസങ്ങൾ മാത്രം. ഹല്ലേലൂയ. എണ്ണപ്പെടുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചിലര് തലയിൽ കൈവച്ച് അലറി വിളിച്ചുകൊണ്ട് വീട്ടിന്റെ മുൻവശത്ത് കണ്ണും തിരുമി നിൽക്കുമ്പോ ഒരു മനുഷ്യൻ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാ. ഇപ്പോൾ താൻ നിലവിളിച്ച് ആമേ തന്റെ നിലവിളി എവിടെയൊക്കെയോ മുടങ്ങുന്നു എന്ന്, തന്റെ നിലവിളി എപ്പോൾ ആമേ തകർന്നു, ഞാൻ തീർന്നു പോയിരിക്കുന്നു, ഞാൻ എന്റെ ജീവിതത്തെ ഇതാ നശിച്ചിരിക്കുന്നു, ഞാൻ നശിച്ചു പോയി, ആമേ എന്നെ വിളിക്കുവാൻ ആരുമില്ലല്ലോ, സാർ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ ഒരു നെടുവീർപ്പോടെ അതേ കാൽക്കൽ വന്നിരിക്കുന്നത് പോലെയുള്ള അവസ്ഥ ദൈവാത്മാവിന്റെ രാത്രി കാണിക്കുന്നു. എന്താ ദൈവാത്മാവ് അങ്ങനെ തന്നെ ആലോചന പറയുക. ആമേ സ്തോത്രം. ഏറ്റെടുക്കുന്നെങ്കിൽ ഇന്ന് രാത്രി തുടങ്ങി വിടുതൽ വ്യാപരിക്കുന്നുണ്ട്, അത്ഭുതകരമായ വിടുതൽ ഇതിനകത്ത് ഇരിക്കുന്ന കുടുംബത്തിനകത്ത് ദൈവാത്മാവ് ദീർഘമായ ചില ആയുസ്സിനെ ദീർഘിപ്പിച്ചവർ ഇതിനകത്തിരിപ്പുണ്ട്. നിന്റെ ആയുസ്സിനെ ദീർഘിപ്പിച്ച ദൈവം ഇതിനകത്ത് നിന്റെ ആയുസ് ദീർഘമാക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. നിന്നെ ആർക്കും തളയ്ക്കാൻ കഴിയില്ല ദൈവമേ. നിന്നെ ആർക്കും ഒതുക്കാൻ കഴിയില്ല. നിന്നെ ഒതുക്കാൻ നിൽക്കുന്നവർ നിന്റെ മുൻപിൽ മുഴങ്കാൽ മടക്കുന്ന ആമേൻ നാളുകൾ വിദൂരമല്ലെന്ന് എന്ന് രാത്രി ദൈവാത്മാവ് ആലോചന പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് സങ്കീർത്തന പ്രമാണി വിളിച്ചു പറഞ്ഞത്. കേട്ടോ, എന്തെന്നറിയാൻ വിളിച്ചു പറഞ്ഞത്? വളരെ അനുഗ്രഹത്തോടെ വിളിച്ചു പറഞ്ഞൊരു വാക്കിതാണ്. ആമേൻ. അവരെന്നോട് ജീവനെ അപേക്ഷിച്ചു. ആമേൻ, സ്തോത്രം. ജീവനെ അപേക്ഷിക്കാനുള്ള കാര്യമുണ്ട്. സ്തോത്രം. 21-ാമത്തെ സങ്കീർത്തനമൊക്കെ നമ്മൾ ശരിക്കും പഠിച്ചു നോക്ക്. ആമേൻ. ഭയങ്കരമാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ഇപ്പൊ തന്നെ കൊല്ലുമെന്ന് തന്റെ കഴുത്തിനെ വെട്ടി മാറ്റിക്കളയും, തന്റെ അവയവം ഒന്നൊന്നായിട്ട് ഛേദിക്കപ്പെടുത്തി മാറ്റിക്കളയുമെന്ന് പറഞ്ഞ ഒരു കൂട്ടം പേർ പതിയിരിപ്പ് നടത്തുന്ന ഒരവസ്ഥയിൽ കൂടെ ദാവീദ് കടന്നു പോകുമ്പോൾ അതിനകത്ത് ദാവീദ് പറയുക, അവൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. 2-ാമത്തെ വാക്യം വളരെ വ്യക്തമാണ്. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. എന്താ നീ ആഗ്രഹിച്ചത്? നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താ? നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം തുറന്നെന്ന് പറ, ദൈവത്തോട് പറ. നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം പറ. ഇന്നലേക്ക് 3 മാസം ഉടമൽക്കമനപരകതുനി, ഇത് 3-ാമത്തെ മാസം. ഇനി ഒരു 3 മാസത്തിനകത്ത് നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് ഉടമൽക്കമന ദീപൽ പ്രൗഢപരക്ഷം അതുരമാന ശബ്ദനാരികൽക്കനാദി ആമേ സ്തോത്ര. നിന്റെ വാക്കുകൾ ആരും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു പലപ്പോഴും ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ദൈവവൈദ്യരെ, നിനക്കു വേണ്ടി ഒരു ദൈവം ഇന്ന് രാത്രി എണീക്കുന്നു എന്ന് പറഞ്ഞാൽ നിനക്ക് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. അവന്റെ അതിരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. കേട്ടോ, നിന്റെ നാവിൽ നിറ്റു വീണ ചില യാചനയുടെ വാക്കുണ്ട്. കേട്ടോ, ഇന്ന് രാത്രി നിഷേധിക്കാതെ നിന്റെ കിടക്കപ്പായിൽ പലപ്പോഴും ആമേൻ തലകണ പില്ലോ വരെ നനഞ്ഞ കണ്ണുനീർ കൊണ്ട് നനഞ്ഞ ചില രാത്രികൾ ദൈവാത്മാവ് ഓർക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി നീ എന്തിനാണോ യാചിച്ചത് അതിലേക്ക് വരുന്ന 3 മാസം പൈതൽ നീ പ്രാർത്ഥിക്കുമെങ്കിൽ, സമർപ്പണത്തോടെ നീ ഒരു യാഗമാക്കി അർപ്പിക്കുമെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ഇരിക്കുന്ന പ്രാർത്ഥന മുറിയിൽ ഞാനൊരു വെളിപ്പാട് കാണുന്നു. നീ ദർശിക്കാത്ത ചില ദേശങ്ങൾ നിന്റെ മുമ്പിൽ ഓപ്പണാകാൻ പോകുന്നു. ശമനപരകതുനി. നീ ദർശിക്കാത്ത ചില രാജ്യത്തിന്റെ വാതിലുകൾ നിന്റെ മുമ്പിൽ ഓപ്പണാകുന്നു. പ്രാർത്ഥിക്ക്. 3 മാസം
ആമേ സ്തോത്രം. മാർച്ച് കഴിഞ്ഞ് 3 മാസം ആമേ സ്തോത്രം പ്രാർത്ഥിച്ചോ. ഏപ്രിൽ മെയ് ജൂൺ ഈ 3 മാസം നിർണായകമാണ്. നിന്റെ ഭാവിയെ വരെ തിരുത്തി എഴുതുന്ന അവര് ജീവിതത്തെ തിരുത്തി എഴുതുന്ന ഈ ദൂത് പറയുമ്പോൾ തന്നെ ഏതൊക്കെയോ ചില തലമുറകളെ ഇന്ന് രാത്രി സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. മിനിസ്റ്റർ കർത്താവിന്റെ അഭിഷേകത്തെ മൂത്ത മകന് വേണ്ടി പ്രാർത്ഥിച്ചോ. വരുന്ന 3 മാസം അവന്റെ ഭാവിയെ തിരുത്തി എഴുതുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഇതിനകത്ത് ദൈവാത്മാവ് ഏതൊക്കെയോ കുടുംബത്തോട് ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഉടവൽക്കവന ജൂഡവരം തുനി അന്തൽക്കവനപരകന വേദപരാധികൾക്കനാദി. ഈ ഇതിനകത്ത് തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാവ്, നിന്റെ തലമുറയോർ നീ ഭാരപ്പെട്ടിരിക്കുകയാണോ? ഒരു ഭാവിക്ക് വേണ്ടി, അവന്റെ ഒരു യാത്രയ്ക്ക് വേണ്ടി, അവന്റെ ഒരു ഭാവിക്ക് വേണ്ടി കരയുന്ന മാതാവാണോ? എന്നാൽ സമർപ്പണത്തോടെ അൽക്കുക. തലമുറയ്ക്ക് വേണ്ടി വഴി ഓപ്പണാകാൻ പോകുകയാ. ആമേ തലമുറയ്ക്ക് വേണ്ടി വഴി ഓപ്പണാകാൻ പോകുന്നു. ആമേ സ്തോത്രം. ലിൻഡാലിറ്റി പ്രാർത്ഥിച്ചോ. ആമേ പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിലേക്ക് ദൈവാത്മാവ് ഒരു വലിയ അത്ഭുതത്തിന്റെ ആമേ താക്കോൽ നിന്റെ മേൽ ദൈവം വയ്ക്കാൻ പോകുകയാ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു അത്ഭുതത്തിന്റെ താക്കോൽ പലപ്പോഴും പലരും തുറക്കാൻ ശ്രമിച്ചിട്ടും തുറക്കാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു താക്കോൽ ഇതിനകത്ത് ദൈവാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് നാളുകളായി. നിന്റെ വിദ്യാഭ്യാസം തന്നെ ആമേ 10ാം ക്ലാസ്സോടെ തീർന്നെന്ന് ദുഷ്ടൻ വിധി എഴുതിയപ്പോൾ ദൈവാത്മാവ് പറയുന്നു അതുക്കും മേലെ നിന്നെ കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു നിനക്ക് വേണ്ടി വാതിൽ ഓപ്പണായിരിക്കുന്നു. അതുരപ്രൗഢം വേദകരാതികൾക്കനാദി. ഈ നാടുകൾ ഒരു യാഗം പോലെ പൗലോസ് ചെയ്തതുപോലെ ഒരു യാഗം എന്ന വിശ്വാസം എന്ന യാഗം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഇന്ന് രാത്രി ഏതൊക്കെയോ ആമേ പ്രൈസ് തലമുറയെ നോക്കി ദൈവാത്മാവ് പറയുന്നു നിന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു അത്ഭുതം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാ. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവാത്മാവ് കരമടിച്ച് ആരാധിക്കാൻ കഴിയും? വിടുതൽ ഓപ്പണാകട്ടെ. ഈ മീറ്റിൽ കൂടെ വിടുതൽ ഓപ്പണാകട്ടെ. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ കേൾക്കാൻ കഴിയുന്ന ഒച്ചയിൽ ഒന്ന് കരമടിച്ച് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഈ രാത്രി ചില തലമുറകൾക്ക് വേണ്ടി വഴികൾ ഓപ്പണാകട്ടെ. ഭാവിക്ക് വേണ്ടി നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി രാത്രി വഴികൾ ഓപ്പണാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവരാജകൾക്കനാദി ജൂഡവരംതല വേദവരാജകൾക്കന അന്തൽക്കവന ജൂഡവരംതല വേദവരത്തുതി അതുരക്കടകം വേദാരകൾക്കനാദി അന്തൽപ്രൗഢവരക്ഷം വേദവരത്തുതി വേദപ്രൗഢവരംതുതി ചൂടാവാന ശബ്ദനാരകൾക്കനാദി. യേശുവിന്റെ നാമത്തിൽ ചെറു ഓപ്പണാകുന്ന രാത്രിയാ. ചെറു ഓപ്പണാകുന്ന രാത്രിയാ. ഈ രാത്രി ഓപ്പണായി വരികയാ. എന്റെ കുടുംബത്തിലെ ധാരണയ്ക്ക് വേണ്ടി ഓപ്പണാകുന്ന രാത്രിയാ. ഈ രാത്രി ചില കുടുംബങ്ങൾക്ക് രാത്രി ഓപ്പണാകുന്ന രാത്രിയാ. എന്ന് രാത്രി ചില ദൈവാത്മാവ് അതിനു വേണ്ടി നിയോഗിക്കപ്പെടുത്തുന്ന നിയോഗത്തിന്റെ രാത്രിയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഋജു പ്രാർത്ഥിച്ച ഋജുവിന് വേണ്ടി ദൈവാത്മാവ് ചില മേഖല ഒരുക്കുന്നുണ്ട് കേട്ടോ. ചില യാത്രകൾ ഒരുക്കുന്നുണ്ട് കേട്ടോ. ചില യാത്രകൾ ഒരുക്കുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ആയിരിക്കുന്ന കോളേജിനകത്തുനിന്ന് ഇറങ്ങുന്ന മാത്രമേ ദൈവം നിനക്ക് വേണ്ടി ചില യാത്രകൾ ഒരുക്കുന്നു. ശമനപരകതുരി വേദപരാജകൾക്കനാദി. ഹല്ലേലൂയ. ദൈവാത്മാവ് നിനക്ക് വേണ്ടി ചില യാത്രകൾ ഒരുക്കുന്നു കേട്ടോ. എന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി. കഴിഞ്ഞ നാൾക്കളിൽ നീ കരഞ്ഞത് നിന്റെ വിശ്വാസം ആരും കണ്ടില്ല എന്ന് പറഞ്ഞ് ആമേ സ്തോത്രം നീ മാറിപ്പോയി. അയ്യോ എന്നെ ആരും കണ്ടില്ലല്ലോ, എന്റെ വിശ്വാസം ആരും കാണുന്നില്ലല്ലോ, എന്റെ വാക്കുകൾ ആരും കേൾക്കുന്നില്ലല്ലോ, എനിക്ക് വേണ്ടി എപ്പോഴും വഴി ഓപ്പണാകും, എനിക്ക് വേണ്ടി ആര് വഴി ഓപ്പൺ ചെയ്യും എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവകുഞ്ഞെ നിനക്ക് വേണ്ടി വഴി ഓപ്പണാക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഇരിക്കുന്ന 19 ഡിവൈസിലിരിക്കുന്ന 19 കുടുംബത്തോടും ദൈവാത്മാവ് രാത്രി നൂറ് വിളിച്ചു പറയുന്നു നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആരടച്ചാലും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന ഒരു ദൈവം ഇതിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. എന്ന് രാത്രി കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പൈശാചിക മണ്ഡലങ്ങളും ഓടി ഒലിക്കുന്ന ഒരു രാത്രിയെ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഋജു ജീവിതത്തിലേക്ക് ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുക കേട്ടോ. സ്തോത്രം.
നീ രഹസ്യമായി ചില ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. യെസ്, നീ രഹസ്യമായി നിന്റെ പപ്പയോടും അമ്മയോടൊന്നും പറയാത്ത ചില രഹസ്യ പ്രാർത്ഥനയിൽ നിന്റെ ചില വിഷയങ്ങളുണ്ട് കേട്ടോ. അതിലേക്ക് തമ്പുരാൻ നിന്നെ കൊണ്ടുവരും. യെസ്, ദൈവാത്മാവ് നിന്റെ വിഷയം ഏറ്റെടുത്തിരിക്കും. ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, അതിന്ന് രാത്രി നിന്റെ പ്രാർത്ഥന നിന്റെ കണ്ണീന്ന് വീഴുന്ന കണ്ണുനീർ തുള്ളി ഒപ്പിയെടുക്കുന്നത് പോലെ കർത്താവിന്റെ പ്രാർത്ഥന ഒപ്പിയെടുത്തിരിക്കുക. അത് ഈ വരുന്ന ദിവസങ്ങളിൽ അത് നിനക്ക് ചിലപ്പോൾ ഒരു ഫോൺ കോളിൽ കൂടെ ആയിരിക്കാം, ഇല്ലെങ്കിൽ മെയിലിൽ കൂടെ ആയിരിക്കാം ദൈവം ചില വഴികൾ ഓപ്പൺ ആക്കുന്നത്. സ്തോത്രം. അത് ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കപ്പെടുന്ന രാത്രിയാ കേട്ടോ. ആമേൻ. റിജു, ദൈവാത്മാവ് അങ്ങനെ പറയുന്നു. എന്താ നിന്റെ പ്രാർത്ഥന? ആമേൻ. ആരും അറിയാതെ സീക്രട്ട് പ്രാർത്ഥന എന്താ? ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ നിന്റെ പ്രാർത്ഥന മുറിയിൽ ദൈവവും നീയുമായിട്ടുള്ളൊരു പ്രാർത്ഥന? അത് ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, ആ പ്രാർത്ഥനയുടെ അകത്തളങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതങ്ങനെ തന്നെ ഇന്ന് രാത്രി സംഭവിക്കുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ദൈവം അതങ്ങനെ ചെയ്യും. ദൈവം അതങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാമോ? ആമേൻ. ആവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം ആമേൻ 6-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു ദൂത് ദൈവം പറയുന്നു. വായിച്ചാട്ടെ. 6-ന്റെ 2-ാമത്തെ വാക്യം. അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവയാകുന്നു. വായിച്ചോളൂ. നിനക്ക് നന്നായിരിക്കേണ്ടതിനും നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്കാം. മതി. കേട്ട് നീ ജാഗ്രതയോടെ അനുസരിച്ച് നടക്കാം. കേട്ടോ? ആമേൻ. റിജു, പാലും തേനും ഒഴുകുന്ന ഒരു ദേശം എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരോട് കൽപ്പിച്ചിട്ടുള്ളത്, പപ്പയോട് കൽപ്പിച്ചത്, പിതാക്കന്മാരോട് കൽപ്പിച്ച ദേശം അല്ലെങ്കിൽ രാജ്യം. ആ രാജ്യത്തിനകത്ത് ഞാൻ നിന്നെ കൊണ്ട് നിർത്തും. ആമേൻ. ഞാൻ അവിടെ നിന്നെ കൊണ്ട് നിർത്തും. ആമേൻ. എന്നാ പിന്നെന്താ പറയുന്നത് അറിയാമോ? തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട ജാഗ്രതയോടെ അനുസരിച്ച് നടക്കാം. ഈ ദൂത് കേട്ട് ഒന്ന് ജാഗ്രതയുള്ളവനായിരിക്കും. ജാഗ്രതയോടെ നീ മുമ്പിലോട്ട് വരുമ്പോൾ അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. നമുക്കറിയാം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം 5-ാമത്തെ പഞ്ചഗ്രന്ഥങ്ങളിൽ 5-ാമത്തെ ഗ്രന്ഥമായിരിക്കുന്ന ആവർത്തന പുസ്തകം എഴുതി നിർത്തുന്നതിന് അല്പം മുൻപ് മോശ പറയുന്ന ഒരു വാക്കാണ്, പിതാക്കന്മാരോട് കൽപ്പിച്ചത് ഈ തലമുറയിൽ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. യെസ്, ഹല്ലേലൂയ. ഞാൻ പിതാക്കന്മാരോട് കൽപ്പിച്ചതുപോലെ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഒരു വാക്കൂടെ, ഒരു ദൂതൂടെ ഞാൻ പറയാം. യോശുവയുടെ പുസ്തകത്തിനകത്ത് 1-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ പറയുന്നു, നീ നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി. എന്താ പറഞ്ഞ തുടങ്ങുന്നതാ? നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും, എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്കല്ലേ. ആമേൻ. ഒരു മനുഷ്യൻ നിന്റെ മുമ്പിൽ നിൽക്കില്ല. ആമേൻ. കാരണം നിന്റെ പിതാക്കന്മാരോട് വെല്ലുവിളിച്ചത്, നിന്റെ പിതാക്കന്മാരോട് വെല്ലുവിളിച്ചു നിന്ന വ്യക്തികളൊന്നും
ഈ തലമുറയിൽ അടുത്തു വരത്തില്ല എന്ന് പറഞ്ഞാൽ മോശയോട് വെല്ലുവിളിച്ചു വന്നത്. യെസ്, ഇന്നും പിതാവിനോട് വെല്ലുവിളിയുണ്ട് കേട്ടോ. അഭിഷത്തിനൊരു വെല്ലുവിളി നിൽപ്പുണ്ട്. മാത്യൂസ് പാസ്റ്റർക്ക് നേരെ ഒരു വലിയൊരു വെല്ലുവിളി നിൽപ്പുണ്ട്. ആ വെല്ലുവിളിയെ പൊട്ടിക്കാൻ ഇന്ന് രാത്രി തലമുറയെ ദൈവം എണീപ്പിക്കുക. തലമുറകൾ അപ്പുറവും ഇപ്പുറവും കൈയൊന്ന് താഴാൻ സ്തോത്രം രണ്ടുപേരെയും രണ്ട് ഭാഗത്ത് നിർത്തി വെല്ലുവിളിയെ പൊട്ടിച്ച് പുറത്തെടുക്കാൻ ചില തുരുമ്പെടുത്ത് കിടക്കുന്ന പൂട്ടുകളെ സ്തോത്രം. ഹല്ലേലൂയ. മനീഷേ നീ പ്രാർത്ഥിച്ചോ കേട്ടോ. സ്തോത്രം. നിന്റെ SLC മുതൽ കിടക്കുന്ന വാഴ്ത്തത്വങ്ങൾ തുരുമ്പെടുത്ത് കിടക്കുന്ന പൂട്ടുപോലെ ശബലപരകതുനി അതുരകരകഥന വേദപരാധികൾക്കനാദി ആ പൂട്ട് ആർക്കും തുറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പൂട്ടി താക്കോലിനെ എടുത്ത് എവിടെയോ എറിഞ്ഞതുപോലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അവിടെ നിന്ന് നിനക്ക് വേണ്ടി മധ്യസ്ഥ അടച്ച ഏതൊക്കെയോ മലാക്കന്മാരുണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. അവരൊഴിക്കെ കണ്ണയിരുന്നും നിന്റെ വഴിയിൽ, നിന്റെ കാൽച്ചുവടുകളിൽ, നിന്റെ വാക്കുകളിൽ, നിന്റെ യാത്രകളിൽ, നിന്റെ ഉപജീവന വഴികളിൽ, നിന്റെ സമർപ്പണത്തിൽ, നിന്റെ പ്രാർത്ഥനകളിലൊക്കെ അവരുടെ കണ്ണീരുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി മനീഷേ നിനക്ക് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ശബനപരകതുനി വൈഡകരാജകൾക്കനാദി. ആമേൻ, 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 ആമേൻ. ഞാൻ കൽപ്പിച്ചിട്ടുള്ള ഒന്നും ഈ രാത്രി നിറവേറ്റാതെ തമ്പുരാൻ വിടത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. റിജുവിനോട് ദൂത് പറഞ്ഞപ്പോഴത്തേക്ക് ദൈവാത്മാവ് മനീഷിലേക്ക് പോയത്. സ്തോത്രം. റിട്ടേൺ മടങ്ങി വരിക. സ്തോത്രം. വായിച്ചാട്ടെ. യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം മുതൽ ഒരു 4 വാക്യം ഒന്ന് വായിച്ചേ. 9-ാമത്തെ വാക്യം വരുന്നു വായിച്ചേ. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എന്റെ ദാസനായ മോശയെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരിക്കാം. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. മതി. പ്രൈസ് ദി ലോർഡ്. നീ ചെല്ലുന്നിടത്തെയും കൃതാർത്ഥനായിരിക്കേണ്ടതിന്. ആമേൻ. ഏത് പട്ടണത്തിൽ കാലുകൂടിയാലും നീയാണ് അവിടുത്തെ രാജാവ്. ഹല്ലേലൂയ. പേടിക്കേണ്ട കാര്യമില്ല. കാരണം മുൻപേ പറഞ്ഞ ദൂത, മുൻപേ പറഞ്ഞ ആലോചനയാ. ഈ ആലോചന കിടക്കുമ്പോൾ നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. അടുത്ത 8-ാം വാക്യം പറഞ്ഞു, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ള ഉള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. നീ കൃതാർത്ഥനാകും. നീ കൃതാർത്ഥനായിരിക്കും. 9-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിനക്കൊരു കൽപ്പന തരിക. നീ ഉറപ്പുള്ളവനായിരിക്കും. ഉറപ്പുള്ളവനാ. ആമേൻ. പ്രാർത്ഥിച്ചു വാങ്ങുന്നവനാ നീ. അത് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാ ദൈവം സകല ജനത്തെ ഏൽപ്പിച്ചു കൊടുത്ത യോശുവയുടെ അടുത്ത് എല്ലാ വാഴ്ത്തത്വവും നീയാണ് വിഭാഗിക്കേണ്ടവൻ. എനിക്കറിയാം നീ ചഞ്ചലിക്കാത്തവനാ, ചലിക്കാത്തവനാ. ദൈവം തരുമെന്ന് വിശ്വാസമുള്ളവനാ നീ. അതുകൊണ്ട് യോശുവേ, നീ ഈ ജനത്തിലൂടെ വിഭാഗിക്കണം. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവാത്മ പറയുന്നു, പലപ്പോഴും ഏത്താവാസം തട്ടിയെടുക്കുമെന്നൊരു ചിന്തയുണ്ട് അല്ലേ? ഭാരപ്പെടണ്ട. ഏത്താവാസവും തട്ടിയെടുക്കത്തില്ല. നിനക്കുള്ളത് നിനക്ക് ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ പക്ഷേ നിന്റെ ഏത്തനക്കാലം മുമ്പിലോട്ട് വരുമെന്ന് പ്രവചിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് രാത്രി തമ്പുരാന് പറയാൻ കഴിയും, നിനക്ക് തന്നിരിക്കുന്നത് ഇതുവരയ്ക്കും ആർക്കും കൊടുക്കാത്തൊരു ഗിഫ്റ്റാ. അതാണ് യോശുവയ്ക്ക് കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. കാരണം നിന്റെ പിതാക്കന്മാരോട്
ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, അതായത് പിതാവിനോട് പറഞ്ഞിരിക്കുന്ന നന്മ ഒന്നുപോലും ഞാൻ കളയത്തില്ല, അത് ഈ തലമുറയിൽ ഞാൻ നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഉറപ്പിച്ചെഴുതിക്കോ, എഴുതി കുറിച്ചു വെച്ചോ. ഈ 2025 മാർച്ച് മാസം 8-ാം തീയതി ദൈവാത്മാവ് പറയുന്ന ആലോചന അത് നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. സ്തോത്രം. എന്റെ അപ്പൻ പോഷ്കിന്റെ അപ്പനല്ല. ഇന്ന് വരെയും വായിന്നൊന്ന് വീണിട്ടുണ്ടെങ്കിൽ അതെന്റെ സ്വന്തമല്ല, എന്നെ അയച്ച ദൈവത്തിന്റെ ദാനമാണ്, അത് ദൈവത്തിന്റെ ഗിഫ്റ്റാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രി പ്രാർത്ഥിച്ചോ, പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ഇരിക്കുക. നമുക്ക് എന്തായാലും മടങ്ങി വരാം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഓമേ അതിവേഗത്തിലും കടന്നു പോകുന്നു. 147-ാമത്തെ സങ്കീർത്തനം, 147-ാമത്തെ സങ്കീർത്തനം, അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാം. 147-ന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ചിന്തയെ ഒന്ന് കൊണ്ടുവരാം. വായിക്കാം. യഹോവയെ സ്തുതിപ്പീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. ആമേൻ. 147-ാമത്തെ സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്ന ഒരു വാക്ക്, യഹോവയെ സ്തുതിപ്പീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. സ്തുതിക്കുന്നത്, പറഞ്ഞേ വചനം, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം തന്നെ. ഇതിനകത്തിരിക്കുന്ന ആരും സ്തുതിക്കാതിരിക്കരുത്. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം അത് സ്തുതിപ്പാനുള്ളതാ. അത് ദൈവരാജ്യത്തിന്റെ താക്കോലാണ് നിങ്ങളുടെ നാവിയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനകത്ത് ദൈവാത്മാവ് ചില കുടുംബത്തെ ഈ രാത്രി തൊട്ടുകൊണ്ടിരിക്കുകയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചില ഹാർട്ട് കംപ്ലൈന്റുകൾ രാത്രി ദൈവാത്മാവ് കാണിക്കുന്നു. ഹാർട്ടിനകത്ത്, നെഞ്ചിനകത്ത് കംപ്ലൈന്റ് ആയിരിക്കുന്ന ആ ഒരു ഹാർട്ടിന്റെ ഭാഗം, 350 ഗ്രാമുള്ള ആ ഭാഗം കംപ്ലൈന്റ് ആയിരിക്കുന്ന ചില വ്യക്തികളെ ദൈവാത്മാവ് ഇന്ന് രാത്രി ചൂണ്ടിക്കാണിക്കുന്നു. വൈദ്യശാസ്ത്രം വിധിയിട്ടാലും ദൈവം പറയുന്നു അതിനെ ഇന്ന് രാത്രി തുടച്ചു മാറ്റി ദൈവപ്രവർത്തി വെളിപ്പെടുത്തുന്ന രാത്രിയാ. ദൈവം പറയുന്നു സ്തുതിക്കുക, കരമടിച്ച് ദൈവത്തെ ആരാധിക്കുക, ഇരിക്കുന്ന ഇരിപ്പിടം മറന്ന് ആരാധിക്കുക, ദൈവത്തിന് സ്തോത്രം ചെയ്തെന്ന് ആരാധിക്കുക, അത് സ്തുതി ഉചിതം തന്നെന്ന് പറഞ്ഞ് ഇന്ന് ആരാധിക്കുക. ഇരിക്കുന്ന കുടുംബത്തിനകത്ത് കിടക്കുന്ന രോഗി എണീറ്റിരുന്ന് സ്തുതിക്കുന്ന രോഗികളെ എണീപ്പിക്കുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. നിന്റെ വീട്ടിൽ കിടക്കുന്നെങ്കിൽ കൈ കൊണ്ട് വെച്ച് പറ, ചാടി എണീക്കാൻ. ശമനപരകതുനി വൈഡകരാജകൽക്കനാദി. ഞാൻ ഇരിക്കുന്ന വീട്ടിനകത്ത് കെട്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കെട്ടിയിട്ട്. സ്തോത്രം. ആണല്ലോ 7 മാസം ഗർഭിണിയായ ഒരു സഹോദരി ഇതിനകത്തോട്ട് കെട്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പറയുന്ന കാര്യം മനസ്സിലായോ? നീ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചോ. ചിലര് ചാടി എണീക്കാൻ പറയാം. ശബലപരകതുനി. എത്ര വലിയ ഭൂതമാണെങ്കിലും ഇന്ന് രാത്രി കുടുംബത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ദേശം വിട്ടു മാറും. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവത്തിന്റെ പ്രവൃത്തി ആർക്കും അവനെ തടയാൻ കഴിയത്തില്ല. അവൻ മഹാരാജാവല്ലോ, അവരുടെ എന്നേക്കുമുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിതച്ചതിന്റെ വിതയല്ല കൊയ്യാൻ പോവുക കേട്ടോ. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഒരു ചർച്ചിനകത്ത് മാർബിൾ എല്ലാം ഇട്ട് പണിയെല്ലാം തീർത്ത് പ്രതിഷ്ഠയ്ക്ക് തലേ ദിവസം ഞങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കി. ഒന്ന് നോക്കണമല്ലോ. നോക്കിയപ്പോഴത്തേക്ക് മാർബിളിനെ പൊട്ടിച്ച് മാറ്റി നിർത്തിയിട്ട് നല്ല ഒരു പോലെ നല്ല ഒരു കൊട നിവർന്ന് ഒരു കുമിള് നിവർന്ന് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങൾ അതിശയിച്ചു പോയി. 1 ഇഞ്ചോളം കനമുള്ള മാർബിൾ ഇട്ടിരുന്ന ചർച്ചിന്റെ തറ, ഫ്ലോറ്, അതിനെ മാർബിളിനെ പൊട്ടിച്ചിട്ട് അത് പുറത്തു വന്നെങ്കിൽ ഇന്ന് രാത്രി എനിക്കൊരു ദൂത് പറയാനുണ്ട്. നിന്റെ വാഴ്ത്തത്വം എത്ര വെച്ച് ചവിട്ടി താഴ്ത്തി വച്ചാലും ഈ രാത്രിന്റെ വാഴ്ത്തത്വം പുറത്തു വരികയാണ്.
വാഴ്ത്തത്വം പുറത്തു വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സുബി എന്ന് പറയുന്ന നിവേശിച്ചിരിക്കുന്ന കുടുംബത്തോട് ദൈവാത്മ പറയുന്നു, എനിക്ക് നിങ്ങളെ വ്യക്തിപരമായി അറിയത്തില്ല, പക്ഷെ ദൈവാത്മ പറയുന്നു നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള വാഴ്ത്തത്വങ്ങളെ തമ്പുരാൻ പുറത്തെടുക്കാൻ പോവുകയാ. ശബരാരകൽക്കന ജൂഡവരം തുനി എന്ന രാത്രി നിങ്ങളിരിക്കുന്ന വീടിനകത്ത് ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. ദൈവം നിങ്ങൾ പഠിച്ച സ്കൂൾ മുതൽ ഇന്ന് രാത്രി പരിശോധിക്കാൻ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ, നിങ്ങളായിരിക്കുന്ന വില്ലേജിനകത്ത് നിങ്ങൾക്ക് വേണ്ടി ദൂതനെ ഇന്ന് രാത്രി കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന്റെ കരുണയാ കേട്ടോ, ദൈവത്തിന്റെ കരുണയെ കേട്ടോ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ കേട്ടോ. ഇന്ന് രാത്രി ആ ഡിവേഴ്സ് ദൈവാത്മാവ് സ്തോത്രം പറഞ്ഞിരുന്നു. ഇന്ന് രാത്രി മീറ്റിംഗ് അവൻ കഴിഞ്ഞ ഇന്നേക്ക് 7 ദിവസം ദൈവാത്മ പറയുന്നു. 7-ാം ദിവസം ദൈവപ്രവൃത്തി നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ജില്ലയിൽ, നിങ്ങളുടെ വില്ലേജിൽ, നിങ്ങൾ പാർക്കുന്ന ഏത് സ്ഥലമാകട്ടെ അവിടെ വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയുമോ? നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു വിടുതൽ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ എലിശാ പ്രവാചകന്റെ അടുത്ത് ഒരു രാജാവ് ഒരു സൗഖ്യത്തിന് വേണ്ടി വന്നു. ആരാ അയച്ചത്? ഒരു പെൺകുട്ടി, വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി പറഞ്ഞു, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, അവന്റെ അടുത്ത് നീ പോയാൽ നിന്റെ ഈ രോഗം മാറും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ രാജാവ് മനസ്സോടെ ഈ അവൻ എലിശയുടെ അടുത്തേക്ക് പോയി. പോയ സമയത്ത് എലിശ പറഞ്ഞൊരു കാര്യം ചെയ്യും, ആ വെള്ളത്തിൽ പോയ ഒരു 7 പ്രാവശ്യം മുങ്ങിക്കും. 7 പ്രാവശ്യത്തിൽ മുങ്ങിക്കും. അവൻ രാജാവാണ്, കലങ്ങി മറിഞ്ഞ വെള്ളം. നീ മുങ്ങിയാൽ നിന്റെ ശരീരത്തിൽ വ്യാപരിച്ചിരിക്കുന്ന ഈ രോഗത്തെ ഇന്ന് രാത്രി മാറ്റും എന്ന് വിശ്വാസമുള്ളവർ സ്തോത്രം പറഞ്ഞു. ഈ രാത്രി ഇവിടെ വിടുതൽ, ഏതൊക്കെ കുടുംബത്തിൽ വിടുതൽ കേട്ടോ, വിടുതൽ വ്യാപരിക്കുക. ആത്മാവ് പറയുന്നു വിടുതൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ പാണ്ഡിത്യമോ നമ്മുടെ കുലമോ നമ്മുടെ പശ്ചാത്തലമോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് സ്നാനപ്പെടാൻ വേണ്ടിയല്ല പറഞ്ഞത്. അവനോട് പറഞ്ഞത് അവൻ അനുസരിച്ചപ്പോൾ അവന്റെ ശരീരം ഒരു ബാലന്റെ ശരീരം പോലെ വിടുതലമുള്ള ശരീരമായിട്ടിരുന്നെങ്കിൽ 7 ദിവസത്തിനകത്ത് ഈ കുടുംബത്തിനകത്ത് ഒരു പ്രവൃത്തി വെളിപ്പെടുത്തും ദൈവം. പ്രാർത്ഥിക്കും. വൈഡപരാജകൽക്കനാദി 7 ദിവസം എന്ന് പറയുമ്പോ ആമേ സ്തോത്രം ശ്രദ്ധിച്ച് എണ്ണി നോക്കിക്കേ. ഇന്ന് മുതൽ 7 ദിവസം ആമേ ഒന്ന് എണ്ണി നോക്കിക്കേ. ആമേ സുമി മാത്യു എണ്ണി നോക്കിയിട്ട് ആമേ ഒന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കേട്ടോ. അറിയാമുള്ള രീതിയിൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ സ്തോത്രം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. അറിയാമെന്നുള്ളത് പോലെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇന്ന് രാത്രി ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ തന്നെ ദൈവാത്മ പറയുന്നു, ഇതിനകത്ത് ദൈവാത്മാവ് ചില പ്രവർത്തികൾ വെളിപ്പെടുത്തുന്നുണ്ട്. ആരോടും പറയാൻ കഴിയാത്ത ചില വ്യക്തികൾ ചില വിഷയങ്ങളുമായി ഇതിനകത്ത് വന്നിരിപ്പുണ്ട്. ഇന്ന് രാത്രി നിന്റെ വിഷയങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരുത്തൻ നടന്നു കയറുന്നുണ്ട്. നിന്റെ വീട്ടിനകത്ത് ഒരുത്തൻ നടന്നു കയറുന്നുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത് ഒരുത്തൻ നടന്നു കയറുന്നുണ്ട്. ശമ്പവരാധികൾക്കനാദി എന്ന് രാത്രി നിന്റെ ഉദരത്തിൽ കത്തിവയ്ക്കാൻ ദൈവം അനുവദിക്കുന്ന ദൈവം അല്ല. ഹല്ലേലൂയ. ഏതോ ചില ഉദരത്തിൽ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഡോക്ടർ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ വ്യക്തികൾ ഇതിനകത്തിരിപ്പുണ്ട്. ദൈവാത്മ പറയുന്നു ഇന്ന് രാത്രി നിന്റെ ഉദരത്തിനകത്ത് വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ രോഗാത്മാവിന്റെ ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ച് അതിന്റെ മേൽ ജയമെടുക്കുകയാ. ശബലപടകതുരി
ഇന്ന് രാത്രി പ്രാർത്ഥിക്കൂ. ഇതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. ഏതൊക്കെയോ കുടുംബത്തിനകത്ത് ചില ആത്മഹത്യകൾ ഒഴിവാകുന്നുണ്ട് ഇന്ന് രാത്രി. ഏതൊക്കെ നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ സഭയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾ ചില ആത്മഹത്യകൾക്ക് ഇന്ന് രാത്രി ദൈവാത്മാവ് ചില അപകടങ്ങൾ, ആത്മഹത്യകൾ, ചില ആക്സിഡന്റുകൾ ഈ രാത്രി മാറിക്കൊണ്ടിരിക്കുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ഓ റിബലബ ശംദനാഗര. ആമേ സ്തോത്രം. ഹല്ലേലൂയ. റിബലബ ശംദന റിഗൽഖനാദി. ആമേ സ്തോത്രം. ലിജു പ്രാർത്ഥിച്ചോ. ലിജു ഒരു സമർപ്പണം എടുത്തോ. നിനക്കൊരു ആക്സിഡന്റ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്ന് രാത്രി നീ പേടിക്കണ്ട കേട്ടോ. പ്രാർത്ഥിച്ച് ദൈവത്തിനടുത്തോ. ഹല്ലേലൂയ. ലിജിനോട് ദൈവാത്മാവ് പറയാ, പ്രാർത്ഥിച്ചോ. ഒരു ആക്സിഡന്റ് നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ദൈവാത്മാവ് ഇന്ന് രാത്രി അറിയിക്കുന്നു. ശക്തമായി പ്രാർത്ഥിച്ച് മുമ്പിലോട്ട് കടന്നു വരെങ്കിൽ, ആമേ സ്തോത്രം, ശക്തമായ തീരുമാനത്തോടെ മുമ്പിലോട്ട് കടന്നു വരുമെങ്കിൽ സ്തോത്രം. ഞാൻ കാണുന്നത് ഇതിന്റെ കാല് ഒടിഞ്ഞ് ബ്ലാസ്റ്റ് ഇട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച ദൈവാത്മാവെന്നെ കാണിക്കുന്നു. എന്ന് രാത്രി ഇരിക്കുന്ന ഭവനത്തിനകത്തിരുന്നു കൊണ്ട് സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വപ്പെടുത്തി മുമ്പിലോട്ട് കടന്നു പോകുമെങ്കിൽ ഈ രാത്രി ദൈവം പറയുന്നു, ഞാൻ അതിനെ മാറ്റി നിന്റെ സമർപ്പണത്തിനകത്ത് നിനക്ക് നിൽക്കത്തക്ക തലത്തിൽ ദൈവാത്മാവ് ചില വഴികൾ ഒരുക്കുന്നതായി ദൈവാത്മാവ് ഞാൻ അറിയിക്കുന്നു. പ്രാർത്ഥിച്ച ദിവസങ്ങളില് ദൈവശക്തി വ്യാപരിക്ക്, ശരീരത്തിൽ ദൈവമഹത്വം വെളിപ്പെടട്ടെ, കുടുംബത്തിൽ ദൈവശക്തി ഇറങ്ങി വരട്ടെ. തിരക്കുകൾ മാറ്റിവെച്ച് മണിക്കൂറുകൾ ദൈവത്തിൽ പ്രാർത്ഥിക്കണമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ആലോചന പറയുക. ആമേൻ. സ്തോത്രം. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരാം. പുറപ്പാട് പുസ്തകം 8-ാമത്തെ അധ്യായം അതിന്റെ 1-2 വാക്യം വായിക്കാം. അത് നമ്മുടെ സ്തോത്രം ലിജുവിന്റെ കുടുംബത്തിനു വേണ്ടിയാണ് ദൈവാത്മാവ് വാക്യം തരുന്നത്. പുറപ്പാട് പുസ്തകം 8-ാമത്തെ അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിലേക്ക് വരുന്നു. വായിച്ചാട്ടെ. യഹോവ നദിയെ അടിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. നീ മതി. നന്ദി കരുത്തുദാസേ, എന്നെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കാം. നിന്നെ ആരാധിക്കാൻ വിടില്ല എന്ന് വാദിക്കുന്ന, നിന്റെ ദൈവസന്നിധിയിൽ നിൽക്കാൻ അനുവദിക്കാത്ത, വാദിച്ചു നിൽക്കുന്ന ചില പാരമ്പര്യ കെട്ടുകളെ, ദേശത്തിലെ പോരുകളെ ഇന്ന് രാത്രി ദൈവാത്മാവ് തകർക്കുകയാണ്. തീരുമാനത്തിൽ ഇപ്പോൾ നിൽക്കാൻ കഴിയാതെ ശമനപരകതുരി വൈഡകരാജകനാദി. ഹല്ലേലൂയ. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാൻ ദൈവാത്മാവ് പറയുന്നു. നിന്റെ കുടുംബമായി ദൈവാത്മാവ് നിങ്ങളെ ആരാധനയ്ക്കായി പുറത്തെടുക്കാൻ പോവുകയാണ്. ദൈവത്തെ ആരാധിപ്പാൻ ഈ നാളുകളിൽ കുടുംബം ശക്തമായ ആരാധനകൾ നിങ്ങളുടെ ഭവനത്തിനകത്തും സഭകളിലും ഓടിയെത്താൻ ഈ നാളുകളിൽ സമയം വേർതിരിച്ച് മുൻപിലോട്ട് വരുമെങ്കിൽ, ഒരു യാഗമായി നിൽക്കുമെങ്കിൽ 2025 നിങ്ങൾ പാർക്കുന്ന ഭവനത്തിനകത്ത് ദൈവം ചില കള്ളറുകൾ അടിക്കാൻ പോകുന്നു. ആമേൻ. മാറാലേക്ക് പിടിച്ചിരിക്കുന്ന ചുമരൊക്കെ നല്ല പെയിന്റ് വരാൻ പോകണം. ആമേൻ. ഒന്ന്, ദൈവത്തെ ആരാധിക്കാൻ മുമ്പിലോട്ട് കടന്നു വരാൻ. ഹല്ലേലൂയ. ഇതിനകത്ത് 20 ഡിവൈസ് ഇരിക്കുന്ന 20 കുടുംബത്തോടും ദൈവാത്മാവ് പറയുന്നു, എന്നെ ആരാധിപ്പാനായി വീടില്ല എന്ന് വാദിക്കുന്ന ചില ദേശത്തിന്റെ പോരുകളും ചില പൈശാചിക കോട്ടകളും ഇന്ന് രാത്രി ഉടഞ്ഞു മാറി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ശ്വാസമാറ്റി പ്രാർത്ഥിച്ചോ? ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. ആ കുടുംബത്തിനകത്ത് പ്രാർത്ഥന വെളിപ്പെടട്ടെ. അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി വിട്ടുമാറാമോ? ശ്വാസമാറ്റി പ്രാർത്ഥിച്ചോ? ദൈവപ്രവൃത്തി വെളിപ്പെടുക. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് പ്രാർത്ഥിച്ചോ? ദൈവത്തിന്റെ പ്രവൃത്തി കൂടാരത്തിൽ വെളിപ്പെടുന്നുണ്ട്. കൂടാരം ഇന്ന് രാത്രി ദൈവാത്മാവിൽ പണിയപ്പെടുന്ന രാത്രിയാ. ജോയ്സ് എന്ന കർത്താവിന്റെ ദൈവാത്മാ പറയുന്നു, പ്രാർത്ഥിച്ചോ?
ദൈവപ്രവർത്തി വെളിപ്പെടുന്ന നാഴിക വിദൂരമല്ല കർത്താവേ. ആമേ, ജയത്തിന്റെയും ഘോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഒരു ദിനം നീതിമാന്മാരുടെ കൂടാരത്തിൽ ഉണ്ടെന്ന് ആമേ വചനം വിളിച്ചു പറയുമ്പോൾ, ഇന്ന് രാത്രി വേദപുസ്തകം വിളിച്ചു പറയുന്നു, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന സത്യങ്ങൾ ഈ രാത്രി കുടുംബങ്ങളിൽ നിറവേറുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ആമേ, അങ്ങനെയെങ്കിൽ രാത്രി ഏൽപ്പിച്ചുകൊണ്ട് ദൈവശബ്ദത്തിനായി എന്ന് ഏൽപ്പിച്ചുകൊണ്ട് ദൈവപ്രവർത്തി വെളിപ്പെടാൻ പോകുക, ദൈവപ്രവർത്തി വെളിപ്പെടാൻ പോകുക. ഇതിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം നിറയപ്പെടുക ഇന്ന് രാത്രി. ഹല്ലേലൂയ. ശമനപരകതുനി വൈടകരാജകൾക്കനാദി ദൈവാത്മാവ് പറയുന്ന കാര്യങ്ങൾ ഇന്ന് രാത്രി അത് സംഭവിക്കാൻ പോകുക. കുടുംബങ്ങൾ നിറവേറാൻ പോകുക. ഏതൊക്കെയോ ജീവിതങ്ങളിൽ ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ ടേണിംഗ് പോയിന്റ് പോലെ ആമേ വെളിപ്പാട് പുസ്തകം ആമേ സ്തോത്രം ഹല്ലേലൂയ 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം താഴോട്ട് പോയി പറയുന്നു, നിനക്ക് അല്പമേ ആയുസ്സുള്ളൂ എങ്കിലും നീ എന്റെ വചനത്തെ മുറുകെ പിടിച്ചത് കൊണ്ടാണ് ഹല്ലേലൂയ ഞാൻ നിനക്ക് വേണ്ടി വാതിൽ തുറക്കും. ആമേൻ. ജോയിസ് കർത്താവ് ദാസിയെ, നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുന്ന ഒരു ദൈവം, ശമനപരകതുനി, ഒരു വാതിൽ തുറക്കുന്ന ഒരു തമ്പുരാൻ ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഈ ഒരു 5 മിനിറ്റ് നിങ്ങൾ കരമടിച്ചൊന്ന് ആരാധിക്കണം. ആരും ലെഫ്റ്റായി പോകരുത്. ഒരു വിടുതലിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ആമേ സ്തോത്രം. ചില കൊടൽ പുണ്ണുകൾ, ആമേൻ പ്രൈസ് ദി ലോർഡ്, ചില ഓപ്പറേഷനുകൾ വരെ ദൈവാത്മാവിന്ന് രാത്രി തുടച്ചു മാറ്റുന്ന രാത്രിയാ. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ അന്യഭാഷയോടെ ആരാധിക്കാൻ എത്ര